ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി വൈറലായി കഴിഞ്ഞിരിക്കുന്ന ഒരു പാട്ടാണിത്. ഈ മനോഹരമായ ഗാനത്തെ, അതിലെ വരികളെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും അതിലെ വരികളുടെ അർത്ഥം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുകയും ഉണ്ടായി. എന്നാൽ ഈ ഗാനം എഴുതിയ ജാബിർ ഉസ്താദ് തന്നെ അതിൻ്റെ വരികളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും നടത്തുന്നത് നമുക്ക് കാണാം. അതിന്റെ കാര്യത്തിലെങ്കിലും അവരവരുടെ സ്വാതന്ത്ര്യം എടുക്കട്ടെ. ഭ്രാന്താണതിന്റെ മുഴുവൻ നിങ്ങളെ നിയമങ്ങളനുസരിച്ച് തന്നെ നടക്കണം എന്നാണ്. ഭ്രാന്തായാലെങ്കിലും ഒരു സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കണ്ടേ. ഭ്രാന്തായാലും എന്ത് സുഖം എന്നുള്ള വരി ഓരോരുത്തരും അവരവരുടെ സ്വാതന്ത്ര്യം പോലെ അനുഭവിക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് ലൈല ആരാന്ന് അറിയാൻ പറ്റും. ലൈല ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം അവർക്ക് പാട്ട് തള്ളണോ എന്ന് തീരുമാനിക്കാൻ. ഞാനിപ്പോ ചെറിയ കുട്ടികൾ ഇപ്പൊ സ്കൂളുകളിലൊക്കെ പരിപാടിക്ക് വിളിക്കുമ്പോ കുട്ടികളോട് പറയും ലൈല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ടാർഗറ്റ് എന്താണ്, അതാണ് അവരുടെ ലൈല. സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ, അവര് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും തൃപ്തി വാങ്ങണം, നല്ല ഉന്നതമായ വിജയം നേടണം, അതാണ് അവരുടെ ടാർഗറ്റ്. ആ ടാർഗറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും, അതിന് വിഘാതമായി നിൽക്കുന്ന മറ്റു കാര്യങ്ങളാണ് അപ്പൊ അവിടെ ദുനിയാവ് എന്ന് പറയുന്നത്. അതല്ലാത്ത ലക്ഷ്യങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന മറ്റു കാര്യങ്ങൾ, അതിൽ നിന്ന് അവരെന്ത് ചെയ്യണം, അവർ വിമുഖരാവണം. എന്താണോ അവർക്ക് ആ സമയത്ത് നേടിയെടുക്കാനുള്ള കാര്യം അതിലവർ വ്യാപൃതരാവണം. ഇതാണ് അതിന്റെ ഇതിലുള്ള ഒരു സംഗതി. പിന്നെ അതിൽ നിസ്കാരത്തിന്റെ വരികളുണ്ടല്ലോ, നിസ്കാരം നോമ്പജ്ജ് സക്കാത്തും അടവില്ല. എന്താണ് ഈ നിസ്കാരം വേണ്ടെന്നാണോ പറയുന്നത്? ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ള വരിനെ ആളുകളെ വിവരിക്കുന്നതില് ഇങ്ങനെ വളരെ ശാസ്ത്രീയമായ ചില വിവരണങ്ങളൊക്കെ ചിലര് നൽകിയത് കണ്ട്. അതായത് ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഈ സംഗതികളൊക്കെ നഷ്ടപ്പെടുകയാണല്ലോ. നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് അതിന് ആ നിലക്കുള്ളൊരു വളരെ ബാഹ്യമായ ഒരു അർത്ഥം അതിന് വേണമെങ്കിൽ വെക്കാം. അതായത് അയാൾക്ക് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഇതായി നിൽക്കാം എന്നുള്ളൊരു അർത്ഥത്തിലുള്ളൊരു, അയാളുള്ള പോലെ അയാൾക്ക് അങ്ങനെ തുടർന്നു പോവാ എന്നുള്ള ഒരർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ഈ ഭ്രാന്ത് എന്ന് പറയണത് ഒരു ലക്ഷ്യം നമ്മൾക്ക് എത്രമാത്രം തീവ്രമാകുന്നോ അതോടുകൂടി അത് നമുക്കൊരു ഭ്രാന്തായി മാറും. അപ്പൊ ഏതൊരു ലക്ഷ്യത്തിലും ഒരു ഭ്രാന്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ലയനം നമുക്ക് ആവശ്യം. അതെനിക്ക് കിട്ടിയേ മതിയാവൂ എന്നുള്ള. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഇടയിലൊക്കെ ഉള്ള പല പ്രേമങ്ങളെയും നമ്മൾ നോക്കിയാല് അതിന്റെ ഒരു പേരിനുള്ള പ്രേമങ്ങളാണ് അല്ലേ. മജ്നുവിനെ കുറിച്ച് പറയും. മജ്നു മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന സമയത്ത് അവന് ഭക്ഷണം കഴിക്കുന്നേയില്ല. ലൈല കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്തയക്കും. എന്നിട്ട് അതിൽ നിന്ന് അല്പം മാത്രം കഴിക്കും. ലൈല കൊടുത്തയച്ച ഭക്ഷണം മാത്രമേ മജ്നു കഴിക്കുള്ളൂ, കഴിക്കൂല. ആ കഴിക്കാതാവുന്നത് എന്തിൽ നിന്നാണ്? തന്റെ പ്രണയത്തിൽ നിന്നാണ്, പ്രേമത്തിന്റെ തീവ്രതയിൽ നിന്നാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്കിടയിലുള്ള പ്രേമങ്ങളെ നോക്കേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേമം തന്നെ. പ്രേമിക്കുന്നവരെ കൊണ്ട് തട്ടുകടകൾ നിറഞ്ഞിക്കണം. പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ള വലിയ ആർക്കി തട്ടുകടകളാണ് ഇപ്പൊ. ചെറിയ കാണാനൊക്കെ ഭയങ്കര കരകൗശല ഇതൊക്കെ പ്രണയത്തിന്റെ കോട്ടുകളൊക്കെ എഴുതി വെച്ച ഭക്ഷണശാലകൾക്ക് നടുവിലിരുന്നിട്ടാണ് ഇന്നത്തെ പ്രണയങ്ങൾ നടക്കുന്നത് അല്ലേ. ഇത് എന്താ പറയാ, നമ്മുടെ കള്ള മജ്നുവിന്റെ ചരിത്രം പോലെ. കള്ള മജ്നു യഥാർത്ഥത്തിൽ പ്രേമല്ല, അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ കിടന്നിട്ട് ലൈല ലൈല എന്നിങ്ങനെ ആർത്ത് വിളിക്കാണ്. അവന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവന് ഭക്ഷണം കിട്ടണം എന്നല്ല. അതുപോലെ നിസ്കാരം നോമ്പറ്റ് സക്കാത്തും അടവില്ല എന്ന് പറഞ്ഞാല്
അതൊരു ബാധ്യത പോലെ നിർവഹിക്കുന്നവരല്ല എന്നാണ്. അതൊരു പ്രയാസമല്ല, അത് അവരുടെ ഒരു പാഷൻ ആയിരിക്കും, അവരുടെ ഉള്ളിൽ നിന്നുള്ളത് ആയിരിക്കും. അതല്ലാതെ ഒരു ബാധ്യതയായി ആചാരം പോലെ നിർവഹിക്കുന്ന അവസ്ഥയെ അവർക്ക് വിട്ടുപോകും. അവർക്കത് നിർബന്ധമായിരിക്കും എന്നതാണ്. നിർബന്ധം അവർക്കായി മാറും. ലൈലാന്റെ നിർബന്ധങ്ങളല്ല, മജ്നുവിനും ലൈലാക്കും ഇടയിൽ എന്ത് നിർബന്ധങ്ങളാണ്? ബന്ധമാണല്ലോ. ഈ നിർബന്ധം എന്നുള്ള വാക്കിന് തന്നെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ സാധാരണ പറയുമ്പം നിർബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്തതാണ്. ബന്ധമില്ലാത്തപ്പം അതിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് നിർബന്ധം എന്ന് ഉപയോഗിക്കണം. അത് നിർബന്ധം അത് ഒഴിവാക്കിയാൽ പിന്നെ എന്തായി? നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണതല്ല, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണതാണ് എന്നല്ല. അല്ലെ, ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം, ഇരുൾമൂടിയ ഒരു ഈ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. അതിൻ്റെ ആ ഒരു ചെറിയൊരു മധുരം, ആ വരികളുടെ ഒരു ടേസ്റ്റ് ഒന്ന് പറയാം. ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ഇവന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. പിന്നെ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ ലക്ഷ്യം തേടി സഞ്ചരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു വഴിയാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അത് ഈ ദുനിയാവിന്റെ ഓരോ സഞ്ചാര വഴികളിലും അവൻ അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്ത് സംഗീതം കേൾക്കുന്നു, എന്ത് സുഗന്ധം വമിക്കുന്നു എന്നതിന് മാത്രമായിരിക്കും അവന്റെ ശ്രദ്ധയിലുണ്ടാവുക. അതല്ലാത്ത ബാക്കിയെല്ലാം അവനക്ക് എന്തായിരിക്കും? ഇരുളായിരിക്കും. നമ്മളെ ചിന്തിച്ച് നോക്കുമ്പോ ഒരു പെൺകുട്ടിയോട് പ്രണയം ഒരാളുടെ ഉള്ളില് മുട്ടിട്ടാല് പിന്നെ അവന്റെ ബാക്കി ഉമ്മയും പോലും എന്താണ്? ഇരുട്ടാണ് അവന്. അവന്റെ സൗകര്യമുള്ള വീടും അവൻ ലഭിച്ചുകൊണ്ടിരുന്ന ഉന്നതമായ അക്കാദമിക മികവുകളൊക്കെ അതൊക്കെ അവന്റെ ലക്ഷ്യത്തിന് പുറത്തു പോവുകയാണ്. അതൊക്കെ ഇരുട്ടാണ്. എപ്പോഴെങ്കിലും അവളുടെ ഒരു മിസ് കോള്, ഒരു മെസ്സേജ്, ഞാൻ അയച്ച മെസ്സേജിനുള്ള ഒരു ബ്ലൂ ടിക്ക്, ഇതിലാണ് അവന്റെ ശ്രദ്ധ മുഴുവനും അതിലാണ് ഉണ്ടാവുക. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയെ വരണം അവരുടെ. ഈ ഇടവഴി എന്ന് പറയുന്നത് സത്യത്തില് നമ്മുടെ വിചാരം ഈ ഭൂമിയും ഈ ജീവിതവും വളരെ വിശാലാണെന്നാണ്. സത്യത്തിൽ ഏറ്റവും ഇടുങ്ങിയതാണ്. ഇടുങ്ങിയ വഴിയാണത്, ഇതല്ലല്ലോ. അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഈ ശരീരം നൽകിക്കൊണ്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്, ഇവിടുന്ന് അങ്ങോട്ടേയും പോകണമെങ്കിൽ നടക്കണം, അല്ലെങ്കിൽ വണ്ടിയിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനം വിളിച്ചിട്ട് പോകണം, അല്ലേ? എന്നാലും നമ്മൾ ഹൃദയം കൊണ്ട് ഇവന് ലൈലയിലേക്ക് സഞ്ചരിക്കാനോ, ഞൊടി കൊണ്ട് അവൻ സഞ്ചരിക്കും. അവനിവിടെയും ലൈല എത്രയോ വിദൂരത്താണെങ്കിലും. അപ്പൊ ഇത്രയും ഈ ദൂരം എന്ന് പറയണത്, ഈ ശരീരം എന്ന് പറയണത്, അല്ലെങ്കിൽ ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ആലം ഷഹാദ ഒരു ഇടവഴിയാണ്. ഈ ഇടുക്കമാണ്, എന്റെ ലൈലയെ പ്രാപിക്കുന്നതിനുള്ള ഇടുക്കമാണ്. എന്നാലും ഈ ഇടുങ്ങിയ വഴിക്ക് തന്നെ വരണം എന്നുള്ളത് അവരുടെ നിർബന്ധമാണ്. ആ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ പ്രത്യക്ഷമായ ഒരു വാക്കിൽ പറഞ്ഞാൽ ഈ ശരീഅത്തിനെ കുറിച്ചിട്ടുള്ള ശരീഅത്ത് ഒരു നിർബന്ധമാണ്. ഈ ആലം ഷഹാദയിൽ വരിക എന്നുള്ള നിർബന്ധമാണ്. ഇവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ള നിർബന്ധമാണ്. മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് അവളുടെ പ്രിയപ്പെട്ട വഴിയാണ്. എന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക എന്നുള്ളത് അവളുടെ പ്രിയപ്പെട്ട വഴിയാണ്. അതുകൊണ്ട് ആ വഴിയിലൂടെ തന്നെ ഞാൻ എന്റെ മാതാപിതാക്കളെ നോക്കുന്നു, ഭാര്യനെയും സന്താനങ്ങളെയും നോക്കുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, അതിൽ നിന്ന് ചെലവഴിക്കുന്നു. ഈ ഇതൊന്നും എന്റെ പ്രിയത്തിൽപ്പെട്ടതല്ല. എന്റെ പ്രിയം എന്താണ്? ഇതെല്ലാം എന്നോട് പറഞ്ഞതാരാണോ, കൽപ്പിച്ചതാരാണോ അതിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനെ പ്രാപിക്കാൻ വേണ്ടി അവള് തന്നെ നിശ്ചയിച്ച വഴിയാണെന്ത്. ഇവൾ ഇങ്ങനൊക്കെ അറാഖ് എന്ന് പറഞ്ഞത് കാട്ടില് കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ്. ആ വള്ളിച്ചെടി കൊട്ടാരത്തിലിരിക്കുന്ന ലൈലയെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാല് അത് എത്ര വലിയ ഒരു അഹങ്കാരമാണുള്ളത്. കൊട്ടാരത്തിലിരിക്കുന്ന ലൈല എവിടെ? കാട്ടിൽ കിടക്കുന്ന വള്ളി എവിടെ? എന്നാലും ആ വള്ളി മോഹിക്കണം. എനിക്ക് ലൈലാനെ ഉമ്മ വെക്കണം. അതിനുവേണ്ടി ആ വള്ളി അതിനാരോ വന്ന് വെട്ടിയെടുക്കുമ്പോൾ നിന്നു കൊടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമ്പം അതൊക്കെ സഹിക്കണം. വെയിലത്തിട്ട് ഉണക്കുമ്പം അതിലൊന്നും ഒരു പരാതിയില്ല. ചെറിയ കെട്ടുകളാക്കി അതിനെ കച്ചവടത്തിന് കൊണ്ടുപോവാണ്. ഇതിനൊക്കെ ഒരു സമ്മതമാണ്. അപ്പോഴൊക്കെ അങ്ങോട്ട് എത്താനുള്ള ഒരു വെമ്പലാണ്. അതെ, ആ വേദനകളിലൊക്കെ ഒരൊറ്റ ലക്ഷ്യമാണ് ലൈലയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരും. ഇതുപോലെ എത്ര ഉന്നതമാണ്, എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്തതാണ് എന്റെ ലക്ഷ്യം
എന്ന് ഒരാൾ കരുതുമ്പോഴും അതിനുവേണ്ടി ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിലെല്ലാം തന്നെ അതൊന്നും സത്യത്തിലൊരു ത്യാഗമോ ബുദ്ധിമുട്ടല്ല. നിങ്ങള് നോക്കി ഈ പാറക്കല്ലുകൾ ഓരോന്നും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, അതിലൊഴുകി വരുന്ന ആ വെള്ളത്തിന്റെ യാത്രയെ ആനന്ദകരമാക്കണം. ഈ ഒരു ശബ്ദം, ഈ ചാടുന്ന ഈ വെള്ളത്തിന്റെ ഈ നുരയും പതയും ഇതില്ലെങ്കിൽ നമ്മളിവിടെ വരൂല. എങ്ങനെയാണ് ഈ നുരയും പതയും ഈ വെള്ളച്ചാട്ടം ഇത്ര മനോഹരമാവണത്? എങ്ങനെയാണ്? കുറെ പ്രതിബന്ധങ്ങൾ കൊണ്ട് അതിന് മനോഹരമാക്കിയിരിക്കണം. ഇതന്നെയാണ് ലൈലയുടെ അറാക്ക്. പുതും കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു ആഗ്രഹം, ലക്ഷ്യം. ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്, പുതുവാളാൽ തുണ്ടം അരിഞ്ഞതോർക്ക്, കൊടുവാളാൽ തുണ്ടം അരിഞ്ഞതോർക്ക്, കൊട്ടാരത്തിൽ ഇന്നത് ലൈലാന്റെ അറാക്ക്. ഈ അറാക്ക് എന്നുള്ള വാക്കിന് ഞാൻ നിന്നെ കണ്ടു എന്നുള്ളൊരു അർത്ഥമുണ്ട്. കൊട്ടാരത്തിൽ ഇന്നത് ലൈലാന്റെ അറാക്ക്, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത്